നിങ്ങളെല്ലാരും കൂടി എന്നെ സംശയിച്ചു അല്ലേ? എന്താ പറഞ്ഞേ? എന്റെ മോള് ഭ്രാന്തിയാന്നോ? എന്താ പറഞ്ഞേ നീ? എന്റെ മോള് ഭ്രാന്തിയാണോടാ? നിനക്കടാ മുഴുത്ത ഭ്രാന്ത്. മോനെ കേട്ടോടാ, എന്റെ മോള് ഭ്രാന്തിയാന്ന്, എന്റെ മോള് ഭ്രാന്തിയാന്ന്. ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും വൈദേഹി? എന്തിനാ എന്നെ ഇങ്ങനെ തനിച്ചാക്കിയിട്ട് പോയത്? ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നവനാ ഞാൻ. എന്തിനു നിന്നെ കണ്ടുമുട്ടി? എന്തിനു നിന്നെ മാത്രം സ്നേഹിക്കാൻ തോന്നി? എന്റെ ജീവിതത്തിലും ചിന്തകളിലും എല്ലാം ഓരോ അണുവിലും നീ മാത്രമേ ഉള്ളൂ വൈദേഹി. ഈ പാതി വഴിയിൽ എന്നെ ഉപേക്ഷിച്ച് പോയത് എന്തിനാ? എനിക്ക് വയ്യ വൈദേഹി. നീ ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നോട് എന്തൊരു അനീതിയെ നീ കാണിച്ചിട്ട് പോയത് വൈദേഹി? ഞാൻ എവിടേക്കും പോയിട്ടില്ല. വൈദേഹി, വൈദേഹി,
വൈദേഹി, നീ തന്നെയാണോ ഇത്? എന്റെ വിഷമം നിനക്ക് സഹിക്കാൻ പറ്റിയില്ല അല്ലേ? നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ ഒന്നാ വൈദേഹി. എന്നിട്ട് ഇവിടെ മുഴുവൻ ഭ്രാന്തനെ പോലെ തപ്പി നടക്കും ഞാൻ. അങ്ങനെയുള്ളപ്പോ നീ ഈ ലോകത്ത് തന്നെ ഇല്ലാത്തൊരവസ്ഥ വന്നാ ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കുന്ന കരുതേ? ഇനി ഒരിക്കലും എന്നോട് ഇങ്ങനെ കാണിക്കരുത്. ദേ, ഒരു നിമിഷം പോലും എന്റെ അടുത്തുനിന്ന് മാറി നിൽക്കരുത്. നീയില്ലെങ്കിൽ എനിക്ക് എന്റെ ശ്വാസം നിന്ന് പോകുന്ന പോലെ തോന്നും. അമ്മേ, ദേ വൈദേഹി വന്നമ്മേ. അച്ഛാ, ദേ വൈദേഹി വന്നിട്ടുണ്ട്. അമ്മേ, ദേ വൈദേഹിയെ കണ്ടു. ദേവാ, എന്തു പറ്റിച്ചാ? എന്താ എല്ലാരും കരയുന്നേ? എന്താ എന്താ അമ്മേ? എല്ലാവർക്കും എന്താ പറ്റിയെന്ന് പറ മോനെ. എന്തിനാ എല്ലാരും കരയുന്നേ? വൈദേഹി ദേ ഇങ്ങ് എത്തിയില്ലേ? നീ കണ്ട വൈദേഹി, എല്ലാരും നിന്നെ കാണാതെ കരയാ. ദേ, അച്ഛന്റെ അമ്മയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരുന്നു നീ ഒന്ന് ചിന്തിച്ചു നോക്കി. മോനെ ദേവ, വൈദേഹി ഇല്ലടാ. എന്താ അമ്മ ഈ പറയുന്നേ? പിന്നെ ഈ ഇരിക്കുന്ന ആരാമ്മേ? എന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആളില്ലാന്ന് പറഞ്ഞാ ഞാൻ എങ്ങനെ സമ്മതിച്ചു തരാനാ? വൈദേഹി കേട്ടല്ലോ, നീ ഇവിടെ ഇല്ലാന്ന്. അച്ഛാ, ദേ വൈദേഹി. വൈദേഹി നോക്കച്ചാ, വൈദേഹി ഉണ്ട്. അച്ഛാ, സത്യമായിട്ടും വൈദേഹി അവിടെ ഇരിപ്പുണ്ട്. അച്ഛാ, വൈദേഹി മോനെ. വൈദേഹി നമ്മളെ വിട്ടു പോയിട്ട് 10 ദിവസങ്ങളായി. പക്ഷെ എല്ലാ ദിവസവും നീ വൈദേഹിയോട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നിന്റെ തോന്നലാ മോനെ. അങ്ങനെയല്ല അച്ഛാ, എനിക്ക് ശരിക്കും അവളെ കാണാം. സത്യമായിട്ട് അവൾ അവിടെ ഇരിപ്പുണ്ട്. അച്ഛനൊന്ന് തിരിഞ്ഞു നോക്ക്. ആ, അതൊക്കെ തോന്നലടാ, വെറും തോന്നല. നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ കൈയിൽ കിടന്നല്ലടാ അവളെ പോയത്. പിന്നെ എങ്ങനെയാണ് അവള് തിരിച്ചു വരുന്നത്? എല്ലാം എന്റെ മോന്റെ തോന്നല. വിശ്വാസമില്ലെങ്കിൽ എന്റെ മോനിങ് വന്നേ. ദേവം, വൈദേഹി, അവളിതെവിടെ പോയി? വൈദേഹി, വൈദേഹി, വൈദേഹി. അച്ഛാ, വൈദേഹി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാ. വൈദേഹിയെ കുറിച്ച് ചിന്തിച്ച് ഇല്ലാത്ത ഒരാളോട് സംസാരിച്ച് നിനക്ക് എന്തെങ്കിലും ആയി പോകുന്ന പേടിയായി അമ്മയ്ക്ക്. ഞാൻ എന്ത് ചെയ്യാനമ്മേ?
ഓരോ നിമിഷവും അവളോടൊപ്പം ജീവിച്ച ഓർമ്മകളാ കടന്നു വരുന്നത്. അവളില്ല എന്നുള്ള സത്യം എന്റെ മനസ്സിന് ഇതുവരെ അംഗീകരിക്കാനായിട്ടില്ല അമ്മേ. അവൾ എന്റെ തൊട്ടടുത്തുള്ള പോലെ എന്നോട് സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. അത് സത്യമല്ല എന്നറിയുന്ന അടുത്ത നിമിഷം എന്റെ പ്രാണം പോകുന്ന പോലെയുള്ള വേദനയാണ് അമ്മേ. വൈദേഹി, ഞാനും പോവാണമ്മേ. വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. എനിക്ക് അമേരിക്കയിലേക്ക് മടങ്ങിപ്പോണം. എന്റെ മോനെ, നീയും കൂടെ ഇല്ലാതെ ഇങ്ങനെ ഒരു അവസ്ഥയില് ഞങ്ങൾ എങ്ങനെ ജീവിക്കും മോനെ? നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല അമ്മേ. ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കൊന്നിനും പറ്റില്ല അമ്മേ. ഞാനിങ്ങനെ ഭ്രാന്തനെ പോലെ നിങ്ങളെ വിഷമിപ്പിച്ചോണ്ടിരിക്കണോ? ചിലപ്പോ ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ മാറി നിന്നാ നിനക്ക് വൈദേഹ്യം മറക്കാൻ പറ്റൂ? മറക്കാനൊന്നും പറ്റില്ല അമ്മേ. ആ നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോ ഇവിടെ നടന്നെല്ലാം ദൂരെയുള്ള ഒരു ഓർമ്മയായി മാറിയെങ്കിലോ. പക്ഷെ ഞാൻ ഇവിടെ തന്നെ നിന്ന അവളോടൊപ്പം ഇവിടെ ജീവിച്ച ഓരോ നിമിഷങ്ങളും ഈ വീടിന്റെ എല്ലാ കോണിലും ഉണ്ട്. അവളില്ല എന്നുള്ള സത്യം അതെന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അവളില്ലാതെ ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ ആ നല്ല ഓർമ്മകളുമായി ഞാൻ മറ്റെവിടെയെങ്കിലും ജീവിക്കുന്നതല്ലേ അമ്മേ. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. വേണ്ടടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങോട്ടേക്കും വിടില്ല. അവൻ പൊയ്ക്കോട്ടെ കൗസല്യേ. എല്ലാം അറിഞ്ഞിട്ടും ദാസേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത്? അതെ കൗസല്യേ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ ഈ ചുറ്റുപാടിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. മുമ്പൊക്കെ മോനെ, 2 ദിവസം കഴിയുമ്പോ വൈദേഹിയുടെ ശേഷക്രിയകൾ കൂടി നിന്റെ കൈകൊണ്ട് ചെയ്തിട്ട് പിന്നെ നീ പൊയ്ക്കോ. പക്ഷേ ഇവിടെ നിന്റെ ഈ അച്ഛനും അമ്മയും നിന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ടാവും, ഓർക്കണം.
ഫോൺ എടുക്ക ചേച്ചി, ഒരു അത്യാവശ്യ കാര്യം പറയാനോ. പറയൂ സുമതി, എന്താ? നീ പോയ കാര്യം എവിടം വരെയായി? എന്താ അവിടെ വിശേഷം? അതില്ലേ ചേച്ചി, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടുത്തെ ദേവൻ സാറ് അമേരിക്കയിൽ പോവാണത്ര. വല്യ സാറും അതിന് സമ്മതിച്ചു. നോ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നീ പറയുന്നതൊക്കെ സത്യമാണോ സുമതി? ഇത് ഞാനാണ് സത്യം. ഇപ്പൊ അവിടെ എല്ലാവരും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അത് ഉടനെ തന്നെ ചേച്ചിയെ വിളിച്ചേ. അറിയിച്ചത് നന്നായി സുമതി. ഇതിനുള്ള പ്രതിഫലം നീ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലുണ്ടാവും. ഓരോ ക്ഷണവും അവരുടെ കാര്യങ്ങൾ നീ അറിയിച്ചുകൊണ്ടിരിക്കണം. അവരുടെ ഓരോ അനക്കവും എന്റെ നിയന്ത്രണത്തിലായിരിക്കണം. ശ്രദ്ധിക്കണം. ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കോളേച്ചി. ആരെയും കണ്ട എല്ലാം തീരും. എന്നാ ഞാൻ വെക്കട്ടെ. ഉം. ദശരഥ രാമവർമ്മേ, ഇത്രയും നാളും എനിക്ക് നിന്നെ കിട്ടിയില്ല. അവസാന നിമിഷം നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഒടുവിൽ എന്റെ മോള് മാളവികയെ നീ എന്നിൽ നിന്നും അകറ്റിയത് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും അധപതനത്തിന്റെ തുടക്കം. നിന്റെ മനസമാധാനം നശിപ്പിക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ മടിക്കില്ല. ജീവിച്ചിരിക്കുന്ന ഓരോ ക്ഷണവും സ്വന്തം വിധിയെ നീ പഴിക്കണം. മരണം എത്തിയിരുന്നെങ്കിലെന്ന് കൊതിക്കണം. ആ അവസ്ഥയിലെത്തും വരെ നിന്നെ ഞാൻ ടോർച്ചർ ചെയ്തോണ്ടിരിക്കും. മകനൊരു ഭ്രാന്തനായി കൺമുമ്പിലൂടെ നടക്കുന്നത് കാണാനാവാതെ നീ പെടഞ്ഞു മരിക്കണം വർമ്മേ. അതിനുശേഷമുള്ള എന്റെ പ്ലാനിൽ നീയായിട്ട് എന്റെ മോളെ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചിട്ട് പോവും. അവിടം കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ലടോ. നീ നേരിട്ട് വന്ന് എന്റെ കാലിൽ വീണ് എന്റെ മോളോട് ചെയ്ത ക്രൂരതയ്ക്ക് മാപ്പിരക്കണം. എന്നാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. എല്ലാവരെയും നഷ്ടപ്പെട്ട് നീയും ആരുമില്ലാത്തവനാവണം. ओम श्रीमन्महागणाधिपते नमः। ओम महालक्ष्मी देवताभ्यो नमः। वसुरूपेण पिंड प्रदान समये सूर्यादीनां नवानां ग्रहाणां अत्यन्तानुकूल्यता फलसिद्धिरस्तु। ब्रह्मण्यो ब्रह्मकृत् ब्रह्म 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 विवर्धनः ब्रह्म विब्राह्मणो ब्रह्मी ब्रह्म। ആ പുഷ്പങ്ങൾ എടുത്ത് ചിത്രത്തിൽ സമർപ്പിച്ചോളൂ. महाक्रमो महाकर्म महातेजः महोरगः महाक्रतुः महायज्वा महायज्ञो महाहविः स्तव्यस्तवः प्रियस्तोत्रं स्तोत्रारण प्रियः पूर्णः पूरयिता पुण्यः पुण्यकीर्तनामयः मनोजवस्तीर्थकरो वसुरेता वसुप्रदः वसुप्रदो वासुदेवो वसुर्वसुमना हविः कालनेमिनिः वीरशूरशौर्यजनेश्वरः त्रिलोकात्मा त्रिलोकेश केशवः केशिः हरिः कामदेवः कामपालः। ഇടയ്ക്ക് കയറി വന്ന് വെറുതെ അങ്ങ് ചത്തുപോയില്ലേടി. നിന്റെ മരണം എന്റെ തലയിലാ എഴുതി വെച്ചത്. നിന്റെ ഫോട്ടോയ്ക്ക് മാലയിടാനും എനിക്ക് ഭാഗ്യം കിട്ടി. ഇനി ഇവിടെയുള്ള ഓരോരുത്തരെയായിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. സ്വാഗതം ചെയ്യാൻ കാത്തിരുന്നോളൂ വൈദേഹി. ശ്രീമന്മഹാഗണാധിപതേ നമഃ. മഹാലക്ഷ്മീ ദേവതാഭ്യോ നമഃ. ദേവാ, ഇനി വിളക്ക് കത്തിച്ചോളാ.